എൻട്രൻസും ബോർഡും കൂടി ഒരുമിച്ച് പഠിക്കുക. ഫസ്റ്റ് ഇയർ തന്നെ എങ്ങനെ നമുക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതിലാണ് വന്നത്. ലൈക്ക് നമ്മളിപ്പം +2 ഒരു വർഷം പഠിച്ച് പിന്നെ ഒന്നും കൂടി പോയി എൻട്രൻസിന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെയും പഠിക്കണ്ടല്ലോ. ഇതായത് നമ്മൾ +2 പഠിക്കണ കൂടെ തന്നെ നമ്മൾ എൻട്രൻസും കൂടി പഠിക്കുക, ബോർഡും എൻട്രൻസും കൂടി. അപ്പം ബോർഡിനായിട്ട് നമുക്കൊരു മെയിനായിട്ട് ഇവിടെ സൈലം പ്രൊവൈഡ് ചെയ്യുന്നത് DPP ആണ്. DPPയിൽ നമുക്ക് NCERT എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ടോപ്പിക് തന്നിട്ട് അതിൽ കുറേ നമുക്ക് പാരഗ്രാഫ് ഉണ്ടാവില്ലേ. പക്ഷെ DPPയിൽ നമുക്ക് ഒരു മെയിൻ ഹെഡിങ് തന്നിട്ട് അതിൽ തന്നെ കുറേ സബ് ടോപ്പിക്കായിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ കുറേ ടോപ്പിക് വൈസ് ആണ് DPP ഉണ്ടാവല്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. സൈലത്തിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ DPP ആണ്. DPP തന്നെ ഇപ്പോൾ ഓരോ ചാപ്റ്ററിനും ഓരോ DPP ആണ്. അതായത് സാധാ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഒരു NCERTയിലൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മിനിമം ഇത്രയെങ്കിലും ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു ബയോളജി, ഞാൻ നീറ്റിലാണ് പഠിക്കണേ, അപ്പോൾ ബയോളജിയിൽ ഒരു ചാപ്റ്ററിന് നമുക്കൊരു DPP ഒരു ചാപ്റ്ററിന് എത്ര നേരം കട്ടിങ്ങിൽ വരും. അതിൽ തന്നെ നമുക്ക് ഒരു ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അതിൽ മോർ ദാൻ 100 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് നമുക്ക് ചെയ്യാൻ തന്നെ ഉണ്ടാവും. അതായത് പ്രീവിയസ് ഇയർ ആയിക്കോട്ടെ, വേറെ കുറേ എക്സാം കഴിഞ്ഞത്, പിന്നെ സൈലത്തിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ പഠിക്കാനുണ്ടാവും. പിന്നെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻട്രൻസ് എടുക്കാനൊരു ഫാക്കൽറ്റി, ബോർഡ് എടുക്കാനൊരു ഫാക്കൽറ്റിയാണ്. രണ്ടിനും സെപ്പറേറ്റ് ഫാക്കൽറ്റികളാണ്. ആദ്യം നമുക്ക് ബോർഡ് എടുത്താൽ ബോർഡിൽ മെയിനായിട്ട് കുറേ നമ്മൾ ബോർഡ് എക്സാമിന് എഴുതാനുള്ള കുറേ പാരഗ്രാഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പിന്നെ അതിൽ തന്നെ മെയിനായിട്ട് ഓരോ ബോർഡ് എക്സാമിന് തന്നെ കുറേ ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് അത് എൻട്രൻസിൻ്റെ രൂപത്തിൽ മാറ്റി വേറെ DPP ഉണ്ടാവും. അത് വേറെ ആളെടുക്കൽ. അപ്പോൾ ബോർഡിൻ്റെ ക്വസ്റ്റ്യൻസും ചെയ്യാണ്ടാവും, എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ടാവും. ഇപ്പോൾ ഒരു ദിവസം നമുക്ക് ഇപ്പോൾ ഡേ 1 ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ഡേ 1 കഴിഞ്ഞതിൻ്റെ ശേഷം ഡേ 1 ഫുൾ എടുത്തതിൻ്റെ ശേഷം അതിൽ കുറച്ച് ബോർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ചെയ്തതിൻ്റെ ശേഷം നമുക്കൊരു 4 to 5 ക്വസ്റ്റ്യൻസ് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യണ്ടാവും. അത് ട്രൈ സെൽഫ് എന്ന് എഴുതിയിട്ട് അവിടെ സൈഡിലുണ്ടാവും. അത് നമ്മൾ എഴുതി വന്ന് പിറ്റേ ദിവസം നമ്മളിവിടെ ടീച്ചേഴ്സിന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തന്നെ അതിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഫാക്കൽറ്റീസ് ആയാലും ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷം വൈകുന്നേരം നമുക്ക് ഇവിടെ ഒരു 1 hourൻ്റെ അടുത്ത് നമുക്കൊരു ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവലുണ്ട്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫാക്കൽറ്റീസോട് പോവില്ല, സ്റ്റാഫ് റൂമിൽ വന്നിട്ട് നമുക്ക് ഡൗട്ട് ചോദിക്കാം. എത്ര ടൈം ആണെങ്കിലും ഫാക്കൽറ്റീസ് നമ്മളോട് സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. പിന്നെയാണ് ഇതന്നെ നമുക്ക് ഇപ്പോൾ ലൈക്ക് ലീവ് വന്ന് ഇപ്പോൾ മഴ ആയിട്ട് എന്തെങ്കിലും ലീവോ അല്ലെങ്കിൽ ഹർത്താലോ അങ്ങനെ എന്തെങ്കിലും ലീവൊക്കെ ഉണ്ടാവുമെങ്കിൽ തന്നെ നമുക്ക് ഹോസ്റ്റലിലേക്ക് ഫാക്കൽറ്റീസ് വരും. ഇപ്പോൾ നമുക്ക് ഫിസിക്സ് വരലുണ്ട്, കെമിസ്ട്രി, ബയോളജി എല്ലാ ടീച്ചേഴ്സും ഹോസ്റ്റലിൽ വന്നിട്ട് അവിടെ നമുക്ക് 2 to 3 hours ഇരുന്നിട്ട് നമുക്ക് എല്ലാ ഡൗട്ട് ചോദിക്കാറുള്ളവർക്ക് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടേ ഒരു പോവുള്ളൂ. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞ് അപ്പം ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു എക്സാം ഉണ്ടാവും. 120 മാർക്കിലൊക്കെ എക്സാം ഉണ്ടാവില്ല. അപ്പം ഇപ്പോൾ എക്സാമ്പിൾ ഒരു ചാപ്റ്റർ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഫിസിക്സിൽ കഴിഞ്ഞതിന് ശേഷം 120ക്ക് നമുക്ക് ഒരു എക്സാം എടുത്തു. 120 അതിൽ എത്ര സ്കോർ ചെയ്യുമോ അതിനനുസരിച്ച് മാർക്കൊക്കെ കറക്റ്റ് നോട്ടീസ് ബോർഡിലുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 ചാപ്റ്റർ ഒരു 3 ചാപ്റ്റർ കഴിഞ്ഞ ശേഷം നമുക്ക് മന്ത്ലി മൊഡ്യൂൾ എക്സാമുകൾ വരും. ലൈക്ക് അത് കറക്റ്റ് നീറ്റിൻ്റെയും ജെയിൻ്റെയും പാറ്റേണിലൊക്കെ വരിക. ഇപ്പം നീറ്റ് ആണെങ്കിൽ 720, JEE ആണെങ്കിൽ 300 വരിക. അത് കറക്റ്റ് നീറ്റ്, അതായത് 45 ക്വസ്റ്റ്യൻസ് ഫിസിക്സ് എന്നുണ്ടാവും, 45 ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി എന്നുണ്ടാവും, പിന്നെ 45, 90 ബയോളജി എന്നും വരും. അതിനെ കറക്റ്റ് 720 മാർക്കിനകര എക്സാം ഉണ്ടാവില്ല. അത് കുറച്ച് നമുക്ക് നീറ്റ് എക്സാമിൻ്റെ ഫിയർ മാറ്റാനായിട്ട് നമ്മൾ കറക്റ്റ് നീറ്റിൻ്റെ പാറ്റേണിലും ജെയിൻ്റെ പാറ്റേണിലും തന്നെയാണ് മെയിനായിട്ട് അതിൻ്റെ എക്സാം. പിന്നെ ആ എക്സാം കഴിഞ്ഞ ശേഷം നമുക്ക് അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ടീച്ചേഴ്സിനെ പോയി കാണാം, ഒരു പറഞ്ഞുതരും. പിന്നെ നമ്മളെ മെൻറ്റേഴ്സ് ആയാൽ തന്നെ നമ്മളെ ഹോസ്റ്റലിൽ 24 hours സ്കൂളിലായാലും എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യണേ. ഒരു മെൻറ്റേഴ്സ് ആയിട്ട് തന്നെ അല്ല, നമ്മളൊരു ടീച്ചേഴ്സ് ആയാലും മെൻറ്റേഴ്സ് ആയാലും ഒരു പാരൻറ്റ് എങ്ങനെയാണോ അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്ത് കാര്യത്തിനും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി മെൻറ്റേഴ്സിനോട് ചോദിച്ചാൽ മെൻറ്റേഴ്സും പറഞ്ഞുതരും. മെൻറ്റേഴ്സ് 24 hours നമ്മൾ ഹോസ്റ്റലിൽ ഉണ്ടാവും. ഹോസ്റ്റലിൽ മാത്രമല്ല രാവിലെ നമ്മുടെ കൂടെ സ്കൂളിലും ഉണ്ടാവും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ബോർഡും എൻട്രൻസും കൂടി എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ളതാണ്. 2 കൊല്ലം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും ഇൻ്റഗ്രേറ്റഡ് നമുക്ക് എൻട്രൻസ് കിട്ടും. അതിനുള്ള കോൺഫിഡൻസ് ആദ്യം വേണം. പിന്നെ നമ്മൾ ഇതിൻ്റെ പുറത്ത് തന്നെ ഈ പഠിക്കണ ഇതിൽ തന്നെ നമുക്ക് പറ്റുന്ന അത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതാണ് മെയിനായിട്ട്. ഇപ്പോൾ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മെയിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഗൈഡ്സ്, ഇപ്പോൾ സൈലത്തിൻ്റെ ഗൈഡ് തന്നെ ഉണ്ട്, നമുക്ക് ഡ്രോപ്പേഴ്സായിട്ടും പിന്നെ പഞ്ചായിട്ടും പിന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം. എല്ലാം നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ ഡെയിലി ഒരു 50 to 100 ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യണം.
അത് ചെയ്ത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുള്ളൂ. പക്ഷേ ഫിസിക്സിനൊക്കെ ഭയങ്കര ടഫാണ്, എല്ലാവർക്കും ടഫ് തന്നെ ആയിരിക്കും. അത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതനുസരിച്ച് റെഡി ആവും. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും അങ്ങനെ മെയിനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസും ചെയ്യുക. പിന്നെ നമ്മൾ DPP നല്ല തറോ ആയിട്ട് പഠിച്ചിട്ടേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പാടുള്ളൂ. DPP തന്നെ നമുക്ക് കുറേ നല്ല ക്വസ്റ്റ്യൻസും ഉണ്ട്, നല്ല ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ ആയി തന്നെ ഷോർട്ടാക്കി തന്നിട്ടുണ്ടാവും. അത് നല്ലോണം പഠിച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് റെഡിയാക്കാം.